താരസംഘടന അമ്മയുടെ നിർണായക യോഗം ഇപ്പോൾ ആരംഭിച്ചു. മോഹൻലാൽ എത്തിയോടുകൂടി യോഗത്തിന് തുടക്കമായി. രാവിലെ തന്നെ 8:15 സുരേഷ് ഗോപി എത്തി. സുരേഷ് ഗോപി എത്തിയതിൻ്റെ തൊട്ട് പിന്നാലെ മോഹൻലാൽ ഉൾപ്പെടെ ഉള്ളവർ എത്തിയിരിക്കുന്നു. ഒരേ ആർട്ടിസ്റ്റുകളും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിജയരാഘവൻ ചേട്ടനാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയരാഘവൻ ചേട്ടൻ യോഗത്തിന് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരവധി ആളുകൾ യോഗത്തിന് വരുന്നുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുരേഷ് ഗോപിയാണ് ഏറ്റവും ആദ്യം എത്തിയത്. നിലവിൽ ഈ യോഗത്തിന് നിലവിൽ സിനിമയിൽ സജീവമായിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ, താരങ്ങളെല്ലാം വിളിച്ചിരിക്കുകയാണ്. താരങ്ങളെല്ലാം വിളിച്ചിരിക്കുന്നു. ഇവരെല്ലാമാണ് ഇപ്പോൾ യോഗത്തിന് വരുന്നത്. ഒരു എക്സിക്യൂട്ടീവ് യോഗത്തിനപ്പുറം ഒരു ജനറൽ ബോഡിയുടെ ഒരു നിലപാടിലേക്ക് തന്നെയാണ് ഈ യോഗം പോകുന്നത്. ഈ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തീരുമാനമെടുക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുക. ഒരു കാരണവശാലും സമരവുമായി സഹകരിക്കില്ല എന്ന തീരുമാനം താരസംഘടന അമ്മ എടുത്തിരിക്കുന്നു. സമരവുമായി ഒരു കാരണവശാലും സഹകരിക്കില്ല, സമരം ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചയിലേക്കില്ല, അല്ലെങ്കിൽ തുറന്ന ചർച്ചയ്ക്ക് അമ്മ സംഘടന തയ്യാറാണ്. സമരത്തിന് പിന്തുണയില്ല എന്ന് തന്നെ താരസംഘടന കൃത്യമായി എടുത്തിരിക്കുന്നു. അതോടൊപ്പം താരങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനൊരു തടസ്സം നിൽക്കാൻ കഴിയില്ല. താരങ്ങളല്ല, ഇന്ത്യയിലെ ജനാധിപത്യ രാജ്യത്തിൽ ആർക്കും നിർമ്മിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ താരങ്ങൾക്കും നിർമ്മിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് താരസംഘടന അമ്മ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ താരങ്ങൾ ശമ്പളം കുറയ്ക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അത് ഓരോ താരങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് അമ്മ സംഘടന ഇടപെട്ടുകൊണ്ടല്ല എന്നുള്ള കാര്യം ഇവർ തീരുമാനമെടുക്കുന്നു. എന്തായാലും സമരത്തിന് യോജിപ്പില്ല എന്ന് തന്നെ താരസംഘടന തീരുമാനിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും സമരത്തിന് യോജിപ്പ് ഇല്ല എന്ന് തന്നെയാണ് താരസംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ഓപ്പൺ ചർച്ചയ്ക്ക് താരസംഘടന തയ്യാറാണ്. നിർമ്മാതാക്കളുടെ സംഘടനയും അതോടൊപ്പം തിയേറ്റർ ഉടമകളുടെ സംഘടനയും അതോടൊപ്പം ഫെപ്കെ ഉൾപ്പെടെയുള്ള ഓപ്പൺ ചർച്ചയ്ക്ക് താരസംഘടന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും ആണ് ഇവർ അറിയിക്കുന്നത്. എന്തായാലും ഒരു ചർച്ച ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്ന് ഇവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ ചർച്ചയ്ക്കും തയ്യാറാണ്. അതോടൊപ്പം തന്നെ വക്കീൽ നോട്ടീസുമായി ബന്ധപ്പെട്ട് ജയൻ ചേർത്തലത്തെ വക്കീൽ നോട്ടീസുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ഇന്ന് സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സിദ്ദീഖ് ആ കേസുമായി ബന്ധപ്പെട്ട് താരസംഘടനയിൽ രാജിവെക്കുകയും ചെയ്തു. എന്നാൽ സിദ്ദീഖ് വരെ ഇന്ന് നിർണായക യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ഏറ്റവും പ്രത്യേകം. കാരണം അത്രയും വലിയ നിർണായക യോഗമാണ്. ഇന്ന് സിനിമയിൽ സജീവമായിരിക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ടാണ് യോഗം സംഘടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ മറ്റ് താരങ്ങളെ അറിയിച്ചു. ഇന്ന് ഇവിടെ ആർക്കൊക്കെ എത്താൻ പറ്റുമോ ഇവരെല്ലാം എത്തണമെന്നായിരുന്നു താരസംഘടന അറിയിച്ചിരിക്കുന്നത്. അത് ഇന്നലെ തന്നെ ജയൻ ചേർത്തല ഗ്രൂപ്പുകൾ ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ നിർണായക കാര്യങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു യോഗത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതെന്നും പറഞ്ഞു. എന്തായാലും സുരേഷ് ഗോപി മുൻകൈ എടുക്കുന്നു, മോഹൻലാൽ മുൻകൈ എടുക്കുന്നു. താരസംഘടനയ്ക്ക് ഒരു പ്രശ്നവുമില്ല. താരസംഘടന ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുന്നു. നിലവിലെ കമ്മിറ്റി അതിൻ്റെ സജീവമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. കമ്മിറ്റി ഇല്ല എന്നുള്ള ഒരു പരാമർശം നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതൊരിക്കലും അംഗീകരിക്കാനും കഴിയില്ല എന്ന് തന്നെയാണ് താരസംഘടന അറിയിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് കുടുംബസംഗമം നടത്തി അതിൻ്റെ ആർജവം തെളിയിച്ചതാണ്. സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തി മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപിയും ആസ്ഥാന മന്ത്രി ഒരുമിച്ച് ചേർന്ന് പതാക ഉയർത്തിയപ്പോൾ താരസംഘടന അത്രയും ഒത്തൊരുമയോടുകൂടി പോകുന്നുവെന്ന് തെളിയിച്ച സംഘടനയാണ്. പിന്നെ എന്തുകൊണ്ടാണ് സംഘടനയ്ക്ക് നേതൃത്വമില്ല എന്നൊരു പരാമർശം വന്നത്? ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയുള്ള ചർച്ചയാണ്. എന്തായാലും സമരത്തിന് ഒരു കാരണവശാലും പിന്തുണ ഉണ്ടാവില്ല. മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ എല്ലാ താരങ്ങളും എത്തിയിരിക്കും. ഇനിയും താരങ്ങൾ വരുന്നത്. പക്ഷേ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് താരങ്ങൾ വൈകി എത്തുന്നത്. സുരേഷ് ഗോപി 12 മണിയോടുകൂടി ഡൽഹിക്ക് യാത്ര തിരിക്കേണ്ട. അതിനു മുമ്പ് യോഗം അവസാനിപ്പിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും വലിയ നിർണായകമായ ഒരു യോഗം തന്നെയാണ് ഇന്ന് ചേർന്നിരിക്കുന്നത്. ഇന്ന് ചേംബറിൽ മീറ്റിംഗ് ഉണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് നിർമ്മാതാക്കളുടെ എക്സിക്യൂട്ടീവ് യോഗം ഉണ്ട്. അവിടെ ഒരു സൂചനാ പണി മുടക്കുന്ന നിലയിലേക്ക് ഒരു ഡേറ്റ് കൺഫേം ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകുന്നു. എന്നാൽ താരസംഘടനയും സമരത്തിന് പിന്താങ്ങുന്നില്ല, സമരത്തിന് സഹകരിക്കില്ല. ഇന്നലെ ഫെപ്കയുടെ നേതൃത്വത്തിലുള്ള ഡയറക്ടേഴ്സ് യൂണിയനും സമരവുമായി മുന്നോട്ട് പോകാൻ സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് പ്രമേയം പാസ്സാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ താരസംഘടന ഇന്നത്തെ യോഗം നിർണായകമാണ് സിനിമാ മേഖലയ്ക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.